ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് GIB എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മന്ത് മാത്തമാറ്റിക്സിൻ്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ ഓഗസ്റ്റ് മന്തിലെ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ മാത്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, അതേപോലെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, സ്ട്രെയിറ്റ് ലൈൻസ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം എന്നീ ചാപ്റ്റേഴ്സാണ്. അപ്പം ഈ ചാപ്റ്ററിനകത്ത് നിന്ന് നമ്മുടെ JEE മെയിൻ ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും ഓരോ ചാപ്റ്ററിലെ ഏത് പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നിന്ന് ഏതൊക്കെ പോർഷനാണ് കൂടുതൽ വരുന്നത് നമുക്ക് നോക്കാം. ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് വലിയൊരു ചാപ്റ്ററാണ്. സാധാരണ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് അവർ പറയുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് ഐഡൻറ്റിറ്റീസും അതേപോലെ തന്നെ ധാരാളം ഫോർമുലാസും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരും. അപ്പം ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസിൽ തന്നെ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് JEEക്ക് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഞാനൊന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് ട്രിഗ്നോമെട്രി പഠിക്കുമ്പോൾ ആദ്യം ട്രിഗ്നോമെട്രിക് റേഷ്യോസും അതേപോലെ തന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും ദെൻ അലൈഡ് ആംഗിൾസ്, ദെൻ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഫോർമുലാസ്, ഇതേപോലെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ഫോർമുലാസും മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ദെൻ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതെന്ന് പറയുന്നത് പീരിയഡ് ഓഫ് എ ജനറൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. അതൊരു എക്സ്പ്രഷൻ തന്നിട്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ തന്നിട്ട് നമുക്ക് പീരിയഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ചോദിച്ചിട്ടുമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റേഞ്ചും ഡൊമൈനും കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ നമുക്ക് വരുന്നത് മാക്സിമം ആൻഡ് മിനിമം പ്രോബ്ലംസ്. മാക്സിമം വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ, മിനിമം വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതായത് A sin x + B cos x എന്നുള്ള ഫോർമുലയിലൊക്കെ നമ്മളിത് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പാറ്റേണിലും ധാരാളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ചോദിക്കുന്നത് പ്രൊഡക്റ്റ് ഓഫ് കൊസൈൻ ഓഫ് GP, അതേപോലെ തന്നെ സം ഓഫ് സൈൻ ആൻഡ് കൊസൈൻ ഓഫ് ആൻ AP എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാറുണ്ട്. ഇനിയും ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് മറ്റ് പല ചാപ്റ്റേഴ്സുമായിട്ട് ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എല്ലാ ഫോർമുലാസും നിങ്ങൾ പഠിച്ചിരിക്കണം. ഡബിൾ ആംഗിൾ ഫോർമുല, ട്രിപ്പിൾ ആംഗിൾ ഫോർമുല, ഹാഫ് ആംഗിൾ ഫോർമുല, ഇതെല്ലാം നമ്മൾ മറ്റ് പല ചാപ്റ്റേഴ്സിലും ആപ്ലിക്കേഷനായിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ട്രിഗ്നോമെട്രി നല്ല വൃത്തിക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതേപോലെ നമ്മുടെ കാൽക്കുലസിലെ മിക്ക ചാപ്റ്റേഴ്സിലും നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഐഡൻറ്റിറ്റീസ് ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ട്രിഗ്നോമെട്രി പറഞ്ഞ പോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ ധാരാളം പ്രോപ്പർട്ടീസ് ആണുള്ളത്. ട്രിഗ്നോമെട്രിയിൽ ഐഡൻറ്റിറ്റീസ് പഠിക്കണം, അതേപോലെ തന്നെ ഇൻവേഴ്സിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത്. ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നത്. അപ്പം എല്ലാ പ്രോപ്പർട്ടീസും എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഫംഗ്ഷൻ പ്രോപ്പർട്ടി, ദെൻ സപ്ലിമെൻ്ററി ആംഗിൾ പ്രോപ്പർട്ടി, കോംപ്ലിമെൻ്ററി ആംഗിൾ പ്രോപ്പർട്ടി, ഇതെല്ലാ ഫംഗ്ഷൻസിനും ഉണ്ട് അല്ലേ. സൈൻ ഫംഗ്ഷൻ ഉണ്ട്, കോസൈൻ ഫംഗ്ഷൻ ഉണ്ട്, ദെൻ നമ്മുടെ ടാൻ ഫംഗ്ഷൻ ഉണ്ട്. എല്ലാവർക്കും ഈ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് x + ടാൻ ഇൻവേഴ്സ് y അല്ലേ. ഈ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല വെച്ചിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഇങ്ങനത്തെ ചാപ്റ്ററിൽ കൂടുതലും ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതിന് ശേഷം എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് ഫോർമുല വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് നോക്കുക. ഇവിടെ നമുക്ക് ഹാഫ് ആംഗിൾ ഫോർമുല, ഡബിൾ ആംഗിൾ ഫോർമുല, ട്രിപ്പിൾ ആംഗിൾ ഫോർമുല എന്നുള്ള രീതിയിൽ ഇൻവേഴ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനകത്ത് ഗ്രാഫും കൂടെ നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്രാഫ്, അതുപോലെ ഡൊമൈന്, റേഞ്ച്. ട്രിഗ്നോമെട്രിയിലും ഡൊമൈനും റേഞ്ചും നമ്മൾ എല്ലാ ഫംഗ്ഷൻസിനെയും പഠിച്ചു വെക്കണം. ഇൻവേഴ്സിലും നമുക്ക് അത് മസ്റ്റായിട്ടും പഠിച്ചേ പറ്റുള്ളൂ. ഇവിടെയും ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ചോദിക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം +1 നമ്മുടെ ഒരു ചാപ്റ്ററാണ്. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണെങ്കിലും നമുക്ക് എൻട്രൻസിന് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ മിക്സ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയാം. JEE റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാ കോൺസെപ്റ്റും കൂടെ മിക്സ് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഈ ചാപ്റ്റർ നോക്കുവാണെങ്കിൽ നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് എന്നുള്ള ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പ്ലെയിനിലാണ് എന്ത് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സെക്ഷൻ ഫോർമുലാസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് മുതൽ നമ്മുടെ സെക്ഷൻ ഫോർമുലാസ്, മിഡ് പോയിന്റ് ഫോർമുലാസ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഇന്റേണലി ഡിവിഷൻ്റെ, എക്സ്റ്റേണൽ ഡിവിഷൻ്റെ, ഇതൊക്കെ നമ്മൾ ബേസിക്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ഏരിയയാണ് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ നമ്മുടെ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഡിഫറെൻറ്റ് ഫോമിൽ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. അപ്പം അതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ സ്ലോപ്പ്
ഇൻ്റർസെപ്റ്റ് ഫോം നമ്മൾ നോക്കണം. ദെൻ ഇൻ്റർസെപ്റ്റ് ഫോം, നോർമൽ ഫോം, പാരാമെട്രിക് ഫോം, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പാരാമെട്രിക് ഫോമിൽ നിന്നൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് വരുന്നതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് ആൻഡ് എ ലൈന്, അതേപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. ഇത് കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു വയ്ക്കണം. ദെൻ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ ആൻഡ് ഇമേജ് ഓഫ് എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു എ ലൈന്. ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നും ജെയ്ക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനിയും സ്ട്രെയിറ്റ് ലൈനിൽ ജെയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന മറ്റൊരു ഏരിയ ആണ് നമ്മുടെ ട്രയാങ്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക, ഇൻ സെൻറ്റർ കണ്ടുപിടിക്കുക, സർക്കം സെൻറ്റർ കണ്ടുപിടിക്കുക, ഓർത്തോ സെൻറ്റർ കണ്ടുപിടിക്കുക, ഇങ്ങനത്തെ ടൈപ്പ് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസിക് ഫോർമുലാസ് നിങ്ങൾ പഠിച്ചു വെക്കണം. പക്ഷേ ക്വസ്റ്റ്യൻസ് വരുന്നത് മിക്സ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ജെയ്ക്ക് ചോദിക്കുന്നത്. അടുത്ത നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ 2 സെക്ഷൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. ഒന്ന് പെർമ്യൂട്ടേഷനും 2 കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ട്രിഗ്നോമെട്രി പറഞ്ഞ പോലെ തന്നെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മിക്ക ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസിനകത്തും കയറി വരുന്നൊരു കോൺസെപ്റ്റാണ്. നമുക്കറിയാം സെറ്റ്സിൽ തന്നെ അല്ലെങ്കിൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനിൽ തന്നെ നമുക്ക് പല പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പെർമ്യൂട്ടേഷൻ്റെയും കോമ്പിനേഷൻസിൻ്റെയും കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബൈനോമിയൽ തിയറം, നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് ബൈനോമിയൽ തിയറമാണ്. ബൈനോമിയൽ തിയറത്തിലും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ ബേസിക്സ് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാലേ ആ ചാപ്റ്റർ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിൽ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ജെയ്ക്ക് കൂടുതൽ ചോദിക്കുന്നത് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് മുതലേ സ്റ്റാർട്ട് ചെയ്യുക പഠിക്കാനായിട്ട്. ദെൻ ഇതിൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നത് റാങ്ക് ഓഫ് വേർഡ് ഇൻ എ ഡിക്ഷണറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും നമുക്ക് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ സർക്കുലർ പെർമ്യൂട്ടേഷൻ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ ബേസിക്സ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഈ ടൈപ്പ് കാര്യങ്ങളൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. പക്ഷേ ജെയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും കൂടുതൽ വരുന്നത്. പിന്നെ കോമ്പിനേഷനിലേക്ക് വന്നാൽ കമ്മിറ്റി ഫോം ചെയ്യുന്ന ടൈപ്പ്, കമ്മിറ്റി ഓർ ടീം ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത് നമുക്ക് കൂടുതൽ ചോദിക്കുന്നത്. ഒരു കമ്മിറ്റിയിൽ ഇത്ര പേരുണ്ട്, ഇത്ര മെന്നെ സെലക്ട് ചെയ്യുന്നു, ഇത്ര വിമനെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കണ്ടീഷനൊക്കെ തന്നിട്ട് നമുക്ക് എത്ര പേരുടെ അങ്ങനത്തെ ഒരു കമ്മിറ്റി ഫോം ചെയ്യാൻ പറ്റും. ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ജെയ്ക്ക് വരുമ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ മാക്സിമം ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നമുക്ക് പ്രോ ആകാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് കോമ്പിനേഷൻ ഓഫ് ഐഡൻറ്റിക്കൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ തന്നെ നമ്മുടെ മറ്റ് പല ചാപ്റ്ററിലും മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അത് നമ്മൾ നോക്കുമ്പോൾ സെറ്റ് തിയറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഫംഗ്ഷൻസ് ഉണ്ട്. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നമുക്ക് ചോദിക്കുന്നുണ്ട്. ഇനി നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബൈനോമിയൽ തിയറമാണ്. ബൈനോമിയൽ തിയറം നമുക്കറിയാം +1 ഒരു കുഞ്ഞു ചാപ്റ്ററാണ് ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത്. തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലെ കോമ്പിനേഷൻ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു വെക്കണം. അപ്പോൾ ബൈനോമിയൽ തിയറത്തിനകത്ത് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ജനറൽ ടേം കണ്ടുപിടിക്കുന്ന ഫോർമുല നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. കാരണം ജനറൽ ടേമിൻ്റെ ആ ഫോർമുല വെച്ചിട്ടാണ് ബൈനോമിയൽ തിയറത്തിനകത്ത് മിക്ക ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ മിഡിൽ ടേം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ്, അപ്പോൾ മിഡിൽ ടേം ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ എന്താണ് ഫോർമുലാസ് എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബൈനോമിയൽ കോഎഫിഷ്യൻ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് ബൈനോമിയൽ കോഎഫിഷ്യൻറ്റിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ്, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് ദ ടേം x⁻⁵ അല്ലെങ്കിൽ x⁻3 ഒരു ബൈനോമിയൽ എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഒരു x⁻4 എന്ന് പറഞ്ഞ ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്, അല്ലെങ്കിൽ x⁻25 എന്ന് പറഞ്ഞ ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്. അപ്പം ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റയർലി നമുക്ക് മൾട്ടിനോമിയൽ തിയറത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ജനറൽ ടേം റിലേറ്റഡ് ആയിട്ട്, ദെൻ മിഡിൽ ടേം റിലേറ്റഡ് ആയിട്ട്, അതേപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഒരു പർട്ടിക്കുലർ ടേം കണ്ടുപിടിക്കുക എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ജെയ്ക്ക് കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും ചാപ്റ്ററുകളാണ് നമ്മുടെ ഈ ഓഗസ്റ്റ് മന്ത് സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് GABക്ക് മാത്രമല്ല നമ്മുടെ JEE മെയിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. ഈ ചാപ്റ്ററിൽ ഓരോന്നിൽ നിന്നും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. നമുക്ക് ഫ്യൂച്ചറിന് വളരെ ആവശ്യമുണ്ട് എന്നുള്ളൊരു ധാരണയിൽ തന്നെ വേണം നിങ്ങൾ കവർ ചെയ്യാനായിട്ട്. സിസ്റ്റമാറ്റിക്കായിട്ടുള്ള നമ്മുടെ സ്റ്റഡി മാത്രമേ നമ്മളെ മുന്നോട്ട് എത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.